ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. ഇന്നലെ ഫുള്ള് എമ്പുരാന്റെ ആ വിശേഷങ്ങളിൽ മുഴുകിപ്പോയി, അങ്ങ് അലിഞ്ഞു ചേർന്ന് പോയി. ഓക്കെ, എന്തായാലും കിഴി എപ്പിസോഡ് തുടങ്ങുകയാണ് വീണ്ടും. മത്സരമല്ല, കാരണം നല്ല തലവേദന. ചെറിയ തലവേദന ഒന്നല്ല, വെട്ടിപ്പൊളിയുന്ന പോലുള്ള തലവേദനയാണ്. നീ സഹായിക്കണം പലതിനും. ഓക്കെ, എനിക്ക് സഹായിക്കാൻ ഭയങ്കര മനസ്സുള്ള മനുഷ്യൻ. ഫസ്റ്റ് കിഴി, ഓക്കെ, മൈ ലോഡ്. ഓ സത്യം, തല പൊളിഞ്ഞപ്പോഴേ ഞാൻ പല തവണ. എന്താണെങ്കിലും ശശികുമാറും ചൈത്രയും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നിട്ടുണ്ട്. രാജു മുരുകനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നാടൻ പരിപാടി കേട്ടോ, നാടൻ പരിപാടി. ഓക്കെ, രണ്ടുപേരും വീഡിയോ കളിച്ചോണ്ടായിരിക്കും. മത്സരിച്ച് വലിക്കുകയാണെന്നൊരു സംശയം. ഓക്കെ, അടുത്ത കിഴി ഹിറ്റ്. ഹിറ്റ് കൊണ്ട് മാറില്ലല്ലോ. ഹിറ്റ് കൊണ്ട് മാറും, വേണമെങ്കിൽ മാറ്റാം. ഹിറ്റ് വേണ്ടി വരും അല്ലേ? പിന്നെ സാധാരണക്കാർക്കൊക്കെ സാധാരണ ഏതെങ്കിലും ഒരു ഗുളി കൊടുത്താൽ മതി. ഇത് ഹിറ്റ് അടിച്ച് കയറ്റേണ്ടി വരും. മാറ്റാൻ വേണമെങ്കിൽ ഹിറ്റ് 3 ആണ്. ഹിറ്റ് 3 സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ പോസ്റ്ററാണ് വന്നിരിക്കുന്നത് നമ്മുടെ നാനിയുടെ. കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പോസ്റ്റർ. ഹിറ്റ് 3. അടുത്തത് ഓക്കെ, ഹരിഹര വീരമല്ലു. സിനിമയിലെ ബോബി ഡിയോളിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമായോ? ഒരു മുഗൾ രാജാവാന്ന് തോന്നുന്നു അല്ലേ? എന്താവോ? എനിക്ക് കങ്കു അങ്ങനെ മനസ്സിലേക്ക് വരും, അതാണ് പ്രശ്നം. ബോബി ഡിയോളിന്റെ ക്യാരക്ടറെ. പക്ഷേ ചില നല്ലതാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിലുണ്ടല്ലോ. നിനക്കുണ്ടല്ലോ ഞാൻ നീ ഇവിടെ ഇങ്ങനെ. ഞാൻ അവിടെ അല്ല വിളിച്ചത്, ഞാൻ ഇവിടെ വിളിച്ചത്. ആണോ? ഓക്കേ, ഇത് തലയിൽ വരില്ലല്ലേ? തലവേദന ഉണ്ടാകുന്ന ഇവിടെ അല്ല, അല്ലാണ്ട് മൊത്തല്ലോ. എനിക്ക് ഇവിടെ വേദന. വീഡിയോ പെട്ടെന്ന് എന്നിട്ട് ഞാൻ പോയിട്ട് ഒരു സംഭവം ചെയ്തിട്ട്. സത്യമായിട്ട് അത് മൂക്കിന് ചെറിയൊരു വളവുണ്ട്, അതിൻ്റെ ഒരു പ്രശ്നമാണോന്നൊരു സംശയം ഉണ്ട്. അതിപ്പുറത്തൊന്ന് വീഡിയോ എന്നാൽ മതി, ആ വളവ് നേരെ കിട്ടും. ഇവനോട് അതാ പറയാത്ത, ഇവൻ കൊണ്ടിട്ടൊക്കെ എടുത്ത് വരും. ഞാൻ പറഞ്ഞല്ലേ ഒരു ഇതിന്റെ പാലം വളവുണ്ടെന്ന് പറഞ്ഞാലേ 4 കമ്പിയൊക്കെ കൊണ്ടൊക്കെ വരും. 4 കമ്പിയൊക്കെ മേടിച്ചോണ്ടിട്ട് അവൻ ശരിയാക്കി തരും. അടുത്തത് JSK സുനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. സിനിമ സമ്മറിലേക്ക് പ്ലാൻ ചെയ്യുന്നു. പ്രവീൺ നാരായണനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ രണ്ടുപേരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. അടുത്തത് ഇതിൽ മാധവ് സുരേഷ് ഒക്കെ ഉണ്ട്. ഗൂഗിൾ സുരേഷ് സെറ്റാ, ഇനി മാധവ് സുരേഷ് എന്താവുന്നുള്ളത് കണ്ടറിയാം. അതെ അല്ലേ? അടുത്തത് ജനനായകൻ. നിരാശ മാത്രം തന്നേരെ സത്യമായിട്ട്. ടൈറ്റിൽ നിരാശ, ഫസ്റ്റ് ലുക്കിൽ നിരാശ, സെക്കൻഡ് ലുക്കിൽ നിരാശ, മൊത്തത്തിൽ നിരാശ. എന്താണെങ്കിലും ഒരു ഫാൻ മെയ്ഡ് പോസ്റ്ററും കൂടി വന്നിട്ടുണ്ട്. അത് തന്നെ കവി ഉദ്ദേശിക്കുന്ന സംഭവം പക്കാ രാഷ്ട്രീയം തന്നെയാണെന്നുള്ളത് പോസ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അതെ, ഇവിടെയൊക്കെ വേനിക്കുന്നത് പല ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു തന്നാലേ നല്ലതായിരുന്നേ. അതെ, ലക്ഷണങ്ങൾ പറയുന്നതിനനുസരിച്ചാണല്ലോ, നമ്മുടെ ഹിസ്റ്ററി പറയുന്നതിനനുസരിച്ചാണല്ലോ നമുക്ക് മരുന്ന് എഴുതി തരിക. പറഞ്ഞു എല്ലാം എവിടെല്ലാം. എനിക്ക് തോന്നുന്നു എന്താണ് സാനിറ്റൈറ്റീസോ എന്തൊരു സാധനല്ലേ? സയനൈഡ് അല്ലല്ലോ. ഓക്കെ, അടുത്ത കിഴി ഇടി മഴക്കാറ്റ്. അങ്ങനെ. ഓക്കെ, ഇടി മഴക്കാറ്റ് റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് ഫെബ്രുവരി 21 കേട്ടോ. അമ്പിളി എസ് രംഗനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ പേര് മറന്നുവല്ലോ, ശ്രീനാഥ് വാസിയൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത് കേട്ടോ. ഓക്കെ, അല്ല ഇടി മഴയൊക്കെ വന്നതുകൊണ്ടാണ് ശ്രീനാഥ് വാസി ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് അല്ലേ? സത്യം, സിനിമ ചെയ്യാൻ പറ്റിയതെന്ന്. അടുത്തത് ഒരു ജാതി ജാതകം. നല്ല ജാതകം കൂടി ആവണം. സിനിമയുടെ പുതിയൊരു പോസ്റ്റർ എത്തിയിട്ടുണ്ട്. എല്ലാരും കൂടി എടുത്തോണ്ട് പോവുക, എങ്ങോട്ടാണാവോ? ഈ ഉറുമ്പുകളൊക്കെ ഏറെ തിന്നാൻ കിട്ടിയിട്ടുണ്ടെങ്കിലേ ഈ ചത്ത പല്ലില്ലേ അതിനെ കൊണ്ടുപോകലേ,
അതുപോലെ കൊണ്ടുപോകുന്നുണ്ട്. എയറിലേക്കാണ് എന്തായാലും ആളുടെ വർഷങ്ങൾക്ക് ശേഷം ഇത് വന്നതിന് ശേഷം ആൾ ഇങ്ങനെ തന്നെയായിരുന്നു, എടുത്തോണ്ട് പോകുമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം വന്നതിന് ശേഷമല്ല, അത് OTT വന്നതിന് ശേഷം. അതെ, ഓക്കെ. എന്തായാലും സിനിമ റിലീസിലെത്തുന്നത് 31-ാം തീയതി കേട്ടോ. M. മോഹനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ കാണാൻ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. അതെ, ഒരു വടക്കൻ വീരഗാഥ സിനിമയുടെ ലോഞ്ചിങ്, അതായത് ഒഫീഷ്യലി ലോഞ്ചിങ് 4K അറ്റ്മോസിൽ ഇതിൻ്റെ റിലീസ് വരുന്നുണ്ട്. ഫെബ്രുവരി 7-നാണ് വടക്കൻ വീരഗാഥ വരുന്നത് കേട്ടോ. സുരേഷ് ഗോപിയും നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ചെത്തിയിട്ടാണ് ഇതിൻ്റെ ലോഞ്ചിങ് നടത്തിയത്. പോസ്റ്ററും പിന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ 4K ട്രailer വന്നിട്ടുണ്ട്. അതെ, പിന്നെ അത് റിപ്പബ്ലിക് ഡേന്റെ ആഘോഷമായിരുന്നു, അമ്മ സംഘടനയുടെ അതിന്റെ പരിപാടിന്റെ ഇടയ്ക്കാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത്. അടുത്തത് ഫുള്ള് ഒരുമിച്ചാണല്ലോ അല്ലേ? പിന്നെ അല്ലാണ്ട് അഖണ്ഡ 2 NBK നന്ദമൂരി ബാലകൃഷ്ണ നായകനാവുന്ന അഖണ്ഡ സിനിമയിൽ സംയുക്ത ഓൺ ബോർഡ് ആയിട്ടുണ്ട്. സംയുക്ത തെലുങ്കിൽ പിന്നെ അത്ര അത്യാവശ്യം കത്തി കയറിക്കൊണ്ടിരിക്കുക, കൊളുത്തി. എന്തായാലും നന്നാവട്ടെ. സമന്തയുടെ ഏതാണ്ട് ലുക്കൊക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ അല്ലേ? സത്യം, എനിക്ക് എപ്പോഴും മാറും സമന്തയുടെ അതേ ലുക്കില്. അതിന് വേണ്ടിയിട്ടല്ല മറ്റേ താടിയൊക്കെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. നിന്നോട് ആരാ പറഞ്ഞു? അത് അന്ന് ചർച്ചയായ സംഭവം. ചർച്ചയിടല്ല, അതായത് ഞാൻ പിന്നെ പോയിട്ട് തപ്പി നോക്കണം താടി പറയരുത്. പബ്ലിക്കായിട്ടൊരു വീഡിയോയിൽ നിന്ന് പറയുമ്പോൾ ഇത് മൊത്തം മറ്റേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന കാര്യം തന്നെയല്ല, അല്ലാണ്ട് ഞാൻ പറയുന്നു എന്ന് പറയാം. അതിന് പഴയ ഫോട്ടോ എടുത്ത് നോക്കിയാൽ മതി, അപ്പൊ മനസ്സിലാവും. അവ ചെയ്യാണ്ടത് മനസ്സിലാവില്ലല്ലോ. അതോ ഇനി പ്രാർത്ഥിച്ചിട്ടാണോ ഒന്നുമില്ലേ? ആ ഒരു ലെവലിലേക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അവിടുന്ന് അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ ദൈവം അവിടെ ഇരുന്നിട്ട് ബാക്കി മറുപടി അങ്ങനെ കൊടുത്തോളും. അതല്ല, അതെന്തറിയോ, സേഫാക്കി വെക്കണം നമ്മളെ, അത് വേണം ചെറുതായിട്ടൊന്ന്. ഓക്കെ, അടുത്ത കിഴി ആശീർവാദ് നെക്സ്റ്റ് ഫിലിംസ് പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് അനൗൺസ് ചെയ്യുമെന്നുള്ളത് നമ്മൾ ഒരു കിഴി എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിഴി എപ്പിസോഡിലല്ല, സ്പെഷ്യലായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം എമ്പുരാൻ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ആഘോഷം ഉണ്ടല്ലോ, അതിനിടയിൽ മറ്റുള്ള അപ്ഡേറ്റ്സുകൾ അല്ലെങ്കിൽ അനൗൺസ്മെൻ്റൊക്കെ മുങ്ങിപ്പോകും എന്നുള്ളത് കൊണ്ട് ഇവർ മനഃപൂർവ്വം അത് മാറ്റി വെച്ചതാണെന്നുള്ളതാണ് നമ്മുടെ ആശീർവാദിൻ്റെ പ്രൊഡ്യൂസർ നമ്മുടെ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിട്ടുള്ളത്. അതെ, അത് ആള് തന്നെ പറഞ്ഞു കേട്ടോ. അതെ, ഇതിന്റെ ഇടയ്ക്ക് അത് അതെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു, മാറ്റി വെച്ചതാണ്. അത് നന്നായത്. അതാണ് അതിന്റെ എല്ലാം കൂടി വന്നിട്ടുണ്ട് ആകെ. പ്രത്യേകിച്ച് ജനനായകൻ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും, പിന്നെ എമ്പുരാന്റെ ടീസർ, അതിനു മുൻപ് അതിന്റെ ആഘോഷം വേറെ. എത്ര വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഓരോന്ന് എങ്ങനെ ചെയ്യും? ഇന്നലെ മാത്രം 5 വീഡിയോ ആണ്. 5 6 5ആണോ 6ആണോ? 2 എമ്പുരാൻ, ഇന്നലെ മിനിഞ്ഞാന്ന് 2 എമ്പുരാൻ, 2 ജനനായകൻ, പിന്നെ 1 രാവിലത്തെ മറ്റേ ബാറോസും 5 വീഡിയോ. എന്താണെങ്കിലും അടുത്തത് തന്ത വൈബ്. നമുക്ക് വേണ്ടിട്ട് ഒരു സിനിമ വന്നല്ലോ. ഇതിന്റെ ടൈറ്റിൽ കണ്ടപ്പോ എനിക്ക് മനസ്സിൽ തോന്നിയത് നമുക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട്. എന്താണെങ്കിലും നായകനായിട്ട് വരുന്ന ടോവിനോയാണ്. സിനിമയുടെ ഡയറക്ടർ മൂസിൻ ഫെറാരി. സിനിമ ഡയറക്ട് ചെയ്തു. ആഷിഖ് ഉസ്മാനാണ് പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പൊ അതൊരു പ്രതീക്ഷ വെക്കാവുന്ന സാധനമായിരിക്കാം. മൂസിൻ ഫെറാരി വെറൈറ്റി കൺസെപ്റ്റിന്റെ ആളാ. നല്ല രീതിയിൽ വന്നാൽ മതിയായിരുന്നു തന്ത വൈബ്. കാരണം തന്ത വൈബ് അത് ഇന്നത്തെ കാലത്ത് ഓടില്ല മോനെ എന്ന് പറയല്ലെങ്കിൽ സത്യം, തന്ത വൈബ് ഹിറ്റാവില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾക്കും കൂടി വലിയൊരു വാണിംഗ് ആണത്. അതായത് നിങ്ങൾ ഈ കാലഘട്ടത്തിൽ പറ്റൂല എന്ന് പറയുന്ന പോലെ അവര് ശരിയല്ലേ? തലവേദന കുറഞ്ഞോ? കുറയേ, വാദ വരാതെ സംസാരിക്കാൻ സമയം കിട്ടിയ തലവേദന അല്ല, എല്ലാ വേദനയും മാറും. അതിനുള്ള ടൈം കൊടുക്കണമെന്നേ ഉള്ളൂ. ഇഡലിക്കട സിനിമ റിലീസ് ഡേറ്റ് മാറ്റാൻ സാധ്യത കാണുന്നു. സാധനം മാറ്റി എന്നുള്ളത് തന്നെയാണ് കേൾക്കുന്നത്. അതെ, ഏപ്രിൽ 24 ഇതിന്റെ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ധനുഷ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ആൾ തന്നെയാണ് നായകനായിട്ട് എത്തുന്നത്. പിന്നെ നിത്യാമേനോൻ നായികയായിട്ട് വരുന്നു. കൊള്ളാം. നിനക്ക് ജലദോഷം ഉണ്ടോ? നിത്യാമേനോൻ അങ്ങനെ കേട്ടോ. ജലദോഷം വന്ന് ചിലരെ കെട്ടിപ്പിടിക്കും അല്ലെങ്കിൽ അടുത്ത് നിർത്തും. ജലദോഷം അതായത് വേണ്ടപ്പെട്ടവർ മാത്രം കെട്ടിപ്പിടിച്ച് കയ്യൊക്കെ കൊടുക്കും. അത് ഭയങ്കരമായിട്ട് വിവാദമായിട്ടുണ്ടായിരുന്നല്ലോ. ആണല്ലേ? പോയി നോക്കണല്ലോ. എന്താ ജലദോഷം വന്നാല്
അതിനെ നിന്നാകെ തീർത്തും ആവശ്യമുള്ളവരെ മാത്രമേ, അതായത് അത്ര ബന്ധമുള്ളവരെ മാത്രമേ അടുപ്പിക്കുള്ളൂ. അപ്പം നമുക്കൊന്നും ചാൻസ് ഇല്ല. ചാൻസ് ഇല്ല. ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അണ്ണനും ചാൻസ് ഇല്ല. അണ്ണനും ചാൻസ് ഉണ്ട്. മനസ്സിലായി. അണ്ണന് ചാൻസ് ഇല്ലാണ്ട് അവിടെ ഇതൊക്കെ കേട്ടിട്ട് ഓടിപ്പോയി ജലദോഷം നിൽക്കണ്ട കാര്യമില്ല. അടുത്തത് ആലപ്പുഴ ജിംഖാന സിനിമയുടെ ഷോൺ ജോയിയുടെ ക്യാരക്ടർ പോസ്റ്റർ. കിരൺ ഷോൺ ജോയ് കിരൺ ആവുന്നു. ഓക്കെ, ആലപ്പുഴ ജിംഖാന അത് പറഞ്ഞാൽ ഞെട്ടും. പറഞ്ഞിട്ടില്ലല്ലേ? ഞാൻ പറയണോ? വേണ്ട. ഞാൻ പറയും. വേണ്ട. എമ്പുരാൻ സിനിമയുടെ കൂടെ ക്ലാഷിന് ആഗ്രഹിക്കുന്നു, പക്ഷേ സംഭവിക്കില്ല. അതിനുശേഷം അടുത്ത ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയോ കഴിഞ്ഞിട്ട് സിനിമ റിലീസിലെത്തും. അതാണ്. ഓക്കെ, എമ്പുരാന്റെ കൂടെ കൊണ്ടുപോയിട്ട് മലയാളത്തിൽ നിന്ന് ഒരു സിനിമ കൊണ്ട് ക്ലാഷ് വെച്ചാൽ അല്ല, അത് ബുദ്ധിയാണ് ശരിക്കും. ഇപ്പം അത് ബുദ്ധിയാണ്. കാരണം ഒരുപാട് സിനിമ ഉണ്ടാവും അല്ലാത്ത ഡേറ്റിൽ, ഒരു 5 എണ്ണം മിനിമം അതുണ്ടാവും. അതും ഏറ്റവും പ്രതീക്ഷയുള്ള 5 എണ്ണം തന്നെ അല്ലേ? തിരഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അതിനേക്കാളും നല്ലത് എമ്പുരാൻ്റെ കൂടെ വേറെ ആരും തയ്യാറാവുമ്പോൾ ഒരൊറ്റ തിയേറ്ററെങ്കിലും അപ്പുറത്ത് കിട്ടും. അതിന് തിയേറ്ററിൽ അങ്ങോട്ട് വരും. അങ്ങനെ ടിക്കറ്റ് കിട്ടാത്തവർ പോയി കാണേണ്ട ഒരു സിനിമയാണോ ആലപ്പുഴ ജിംഖാന? അതല്ല, അത് 5 സിനിമകളിൽ നിന്ന് അതിനേക്കാളും ബെറ്ററാണ് 2 എണ്ണം. അത് ശരിക്കും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം. അല്ലെങ്കിൽ കുറേ എണ്ണം വരും. നോക്കാം. ഓക്കെ, അടുത്ത ഇത് ഞാൻ നോക്കിയായിരുന്നോ? ഓർമ്മയില്ല. ഇപ്പൊ കാണുന്നുണ്ട്. എമ്പുരാൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. സിനിമ എമ്പുരാനില്ലേ, അത് നമ്മൾ കരുതി വെച്ചിരിക്കുന്ന പോലെയല്ല കേട്ടോ. നമ്മൾ ശരിക്ക് ഇവരൊക്കെ പറ്റിക്കായിരുന്നു. എമ്പുരാൻ ലൂസിഫർ സിനിമയുടെ സീക്വലല്ല, ഇതൊരു സ്റ്റാൻഡ് അലോൺ മൂവിയാണെന്നുള്ളതാണ് നമ്മുടെ മുരളി ഗോപി പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കണ്ടല്ലോ. അപ്പോൾ പുതിയൊരു പരിപാടി അല്ലേ? എന്താണെങ്കിലും 3ാം ഭാഗം ഒരു വരവുണ്ട്. അതാണ് ഇപ്പം 2ാം ഭാഗത്തിനെക്കാളും വെയിറ്റിംഗ് 3ാം ഭാഗത്തിനായല്ലോ. ഇന്നലെ പൃഥ്വിരാജിന്റെ ഡയലോഗോട് കൂടിയിട്ട്. എന്താണെങ്കിലും അടുത്തത് കണ്ണപ്പ സിനിമയില് പ്രഭാസിന്റെ ക്യാരക്ടർ പോസ്റ്റർ റിവീൽ ചെയ്യാൻ പോകുന്നു ഫെബ്രുവരി 3-ാം തീയതി. റബൽ സ്റ്റാർ. യെസ്, ഒരു വരവുണ്ട് മോനെ. ഒരു 1.5 ഐറ്റം വരവ് കണ്ണപ്പലയാണല്ലോ എന്നുള്ളതാണ് ഒരു വിഷം പോലെ. എൻജാതി കാസ്റ്റിംഗ് ഒക്കെ അല്ലേ സിനിമേന്റെ. എന്നാലത് എന്താവോ? അതിന്റെ ഓഡിയോ ലോഞ്ച് ആണെന്നില്ലേ ഇവിടെ? അല്ല, പ്രസ് മീറ്റോ കേരളത്തില് എന്തോ പ്രൊമോഷൻ വർക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പടുത്ത്. ആണോ? പിന്നെ കണ്ണപ്പയുടെ എന്നിട്ട് ലാലേട്ടനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ നമ്മുടെ വിഷ്ണു മഞ്ജുനോട്. ആള് ലാലേട്ടനെ കുറിച്ച് വരാതെ പറയുന്നുണ്ട്. പക്ഷെ ആരെങ്കിലും അറിഞ്ഞിട്ടില്ല. അതാണല്ലോ, ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയേണ്ട ആളാ ഞാൻ, എന്നിട്ട് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. തലവേദന കൂട്ടല്ലേ. അടുത്തത് വിടാമുയർച്ചി സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇനി 10 ദിവസം കൂടി എന്നുള്ള ഒരു പോസ്റ്ററാണ്. ഇന്നലെ വന്നാണ്. ഓക്കെ, എന്തായാലും ഗംഭീര പോസ്റ്റർ. ഇന്നലെ വന്നു. ശരിയാ. ഓക്കെ, സിനിമ റിലീസിനെത്തുന്നത് ഫെബ്രുവരി 6-ാം തീയതി. അപ്പം എന്തായാലും പോവാം. എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ഹോസ്പിറ്റലിലേക്കാണ് നേരെ കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് വരും. എന്നെ എടുക്കടാ, എന്നെ പോക്കടാ, എന്നെ ഇരുത്തടാ. അതാണ് കറക്റ്റാണ് അവസ്ഥ. അപ്പൊ പോവല്ലേ? എന്നെ പോക്കടാ. ഏതാ സീൻ മനസ്സിലായില്ലേ? മനസ്സിലായി. കറക്റ്റ് കിട്ടുന്നുണ്ടല്ലേ? ഇതൊക്കെ ആർക്കറിയാത്തത്.